ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് വരെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങ് വീഡിയോ അങ്ങ് എടുത്തു പോവല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി സംശയം കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് അവർ രണ്ടുപേരും, അതായത് നമ്മുടെ കുക്കു ചെച്ചിക്കുട്ടി അമ്മയും മോനുമാണോ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങോട്ടേലും പോകുമ്പോൾ അവരെ ആരാ നോക്കണേ, അവരുടെ പേരെന്താ. അപ്പോൾ ഈ ഇടയ്ക്ക് വെച്ച് വീഡിയോ കാണുന്ന ആൾക്കാരാട്ടോ അങ്ങനെ ചോദിക്കുന്നത്. അപ്പം അതിനൊരു മറുപടി പറയാം എന്ന് കരുതി. കാരണം അവരെപ്പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ അത് ഈ കുക്കിംഗ് വീഡിയോ അങ്ങനെ കുറച്ചത്. കാരണം ഈ കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം, ഇവരെ പോലെ തന്നെ ഇഷ്ടമുള്ള കാര്യം, എന്നിട്ടും അത് കുറച്ചത് കേട്ടോ. അപ്പം ഞാൻ പറയാം, ഇവരമ്മയും മോനുമാണ്. അതായത് കറുത്തത് സച്ചുക്കുട്ടി അമ്മയും കുക്കു മോനുമാണ്. അതായത് അവളെ ഒരു 2 മാസം ഏതാണ്ട് പ്രായമുള്ളപ്പം അവളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ ഒത്തിരി ഇഷ്ടമാണ് എനിക്ക് ഈ പട്ടീനെ. ഈ എല്ലാം ഇങ്ങനെ വളർത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കൊതി കാരണം മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് അവൻ മേടിച്ചുകൊണ്ട് വന്ന കേട്ടോ. പൈസ കൊടുത്തൊന്നും അല്ല കേട്ടോ, അല്ലാതെ അവന് അറിയുന്നിടത്തൊന്നും കണ്ട് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇവരുടെ കൂടെയുള്ള വേറെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം കൊണ്ടിട്ട് ഇവളിങ്ങനെ തിരിഞ്ഞ് നിന്നൊരു സാധനം കേട്ടോ. അതായത് ഈ എന്നെ തിരിവ് വരൂ എന്നൊക്കെ പറയില്ലേ, എന്ന് പറഞ്ഞാലോ വന്ന സാധനമാണ്. അപ്പം എൻ്റെ ഈ കൊതി കാരണം മോൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണത്തിനെ കൊണ്ടെത്തന്നെ. ഞാൻ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവളെ കൊണ്ടെത്തി. ഇവള് വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ പറയണേ, ഒരു രാജകുമാരി അത്ര ഇതിലാണ് എൻ്റെ വീട്ടിലേക്ക് വന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര കൊതിയായിരുന്നു, എനിക്കായിരുന്നു ഭയങ്കര കൊതി. അപ്പം മോള് എന്നെക്കാളും അപ്പുറം കേട്ടോ. അപ്പം അത്ര ആശിച്ച് കിട്ടിയോണ്ട് ഇവളെ വളർത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളായിരുന്നു അവിടുത്തെ പ്രധാനി. കാരണം ഫുഡാണേലും നമ്മുടെ കൂടെ കിടക്കുന്നതാണേലും അപ്പം അത്ര കാര്യമായിട്ട് വളർത്തിക്കൊണ്ട് വന്നു. അത് കഴിഞ്ഞ് പിന്നെയാണ് അറിയുന്നത് ഇവൾ ഇത്രയും തീരെ കുഞ്ഞാന്നുള്ളത്. മനസ്സിലായി. അതിപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, ഇതെന്താ ഇങ്ങനെയെന്നുള്ളത്. അത് കഴിഞ്ഞ് ഒരു 1.5 വയസ്സൊക്കെ ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഇവൾക്ക് ആദ്യം കുഞ്ഞുണ്ടായി. നമ്മളങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോകാനൊന്നും പോയില്ല. അവൾക്ക് പ്രഗ്നൻ്റായി, കുഞ്ഞുണ്ടായി. ആദ്യത്തെ കുഞ്ഞൊരു 4 എണ്ണം. 2 ആൾക്കാർ വന്ന് 2 പേര് വന്ന് 2 കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി. ഇവളുടെ ഇത് പ്രത്യേകത കണ്ടു കഴിഞ്ഞപ്പം. അപ്പം 2ാമത്തെ പ്രസവത്തിലുള്ളതാണ് നമ്മുടെ കുക്കു. അപ്പം ഇവന് ഇങ്ങനെയുള്ള ഈ കുള്ളൻ കുഞ്ഞുങ്ങൾക്ക് നടക്കാനായിട്ട് ഒരിത്തിരി പാടാദ്യം. അതായത് ബാക്കിലെ കാലിന് ബലക്കുറവുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവരിങ്ങനെ തെന്നിപ്പോവും. അപ്പോൾ എനിക്ക് ഒരെണ്ണത്തിനെ കൂടെ നിർത്തണം. ഞാൻ പറഞ്ഞു ഇതിൻ്റെ കാലിനൊരു ശോഷിക്കുറവുണ്ട്, അതുകൊണ്ട് നമുക്കിതിനങ്ങനെ ആർക്കും കൊടുത്തു വിടണ്ട എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെയുള്ള പ്രസവത്തിലൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങളെയൊക്കെ എല്ലാവരും കൊണ്ടുപോയി. പക്ഷേ നമ്മുടെ കൺമുന്നിൽ ഒരു 3-4 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരെയൊന്നും അങ്ങനെ ആരും കാര്യമായിട്ട് നോക്കാത്തതിൻ്റെ ഒരു സങ്കടവും, കാരണം ഇവർ നമ്മുടെ ഫാമിലിയിലുള്ളവരല്ലേ, അതിൻ്റെ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു അന്നേരം. അതുകൊണ്ടാണ് ഞങ്ങൾ കോതമംഗലത്തേക്ക് താമസം വന്നു കഴിഞ്ഞപ്പം ഞങ്ങൾ അവളുടെ പ്രസവം അങ്ങ് നിർത്താമെന്ന് വെച്ചു. കാരണം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ നോർമൽ കുഞ്ഞുങ്ങളാണ്, നോർമൽ വലുപ്പത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഇവളാൾ തീരെ ചെറുതല്ലേ. അപ്പോൾ അതുപോലെ ഈ ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ ഇവൾക്ക് ഭയങ്കര ചൂടാണ് ശരീരത്തിന്. അപ്പോൾ ഇവളടുത്തുള്ള തോട് നമ്മുടെ അടുത്തുണ്ടായിരുന്നു കേട്ടോ. ആ തോട്ടിലിങ്ങനെ വയറ് മുങ്ങി ഇറങ്ങി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പം നമുക്കറിയാം എന്താണ് ഇതെങ്ങനെ സംഭവിക്കുന്നതെന്ന്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ 4ാമത്തെ പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളങ്ങനെ നിർത്തിയതാട്ടോ. നിർത്തി നമ്മളിവിടെ നമ്മുടെ മൂവാറ്റുപുഴ ഫെലിക്കണിൽ കൊണ്ടുപോയാണ് നിർത്തിയത്. അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് വേണം കേട്ടോ നിർത്താൻ. നമ്മുടെ താലൂക്കിലുണ്ട്, താലൂക്ക് ഹോസ്പിറ്റലിലുണ്ട്. അതായത് നമ്മുടെ ഇവിടെ ഞങ്ങളിവിടെ കോതമംഗലാകുമ്പം തൊടുപുഴയിലുണ്ട്, കോതമംഗലത്തില്ല കേട്ടോ, തൊടുപുഴയിലുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്. അതും അവരോട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടൊക്കെ വേണം, പൈസ ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഞങ്ങൾ നോക്കിയപ്പോൾ അത്രയും പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതല്ല ഇവനെ ഇവിടെ ഇട്ടേച്ച് അത്രയും നേരം തനിയെ ഇട്ടേച്ച് പോകാൻ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ കൊണ്ടുപോയി പ്രസവം നിർത്തി. അപ്പോൾ ശരിക്കും അവളുടെ പേര് സച്ചുക്കുട്ടി ചച്ചുക്കുട്ടി എന്നൊന്നുമല്ല. അവൾക്ക് ആദ്യം ഞങ്ങളിട്ട പേര് വട്ടുമോളെന്നാണ്. മനസ്സിലായോ? ഈ ഉരുണ്ടിങ്ങനെ നടക്കുന്നുള്ളതുകൊണ്ട് വട്ടുമോളെന്നാണ് ഇട്ടതാണ്. അപ്പം വട്ടുമോളെന്ന് മാറ്റാൻ കാരണം ഇവളെ ഈ വട്ടുമോളെന്ന് വിളിച്ച് കഴിഞ്ഞാൽ ഇവൾ മൈൻഡ് ചെയ്യില്ല. അപ്പം നമ്മുടെ അടുത്തൊരു കൊച്ചുണ്ടായിരുന്നു സച്ചു എന്ന് വേണ്ട. അവളെ ഇവന് ഭയങ്കര ഇഷ്ടമാട്ടോ, 2 പേർക്കും ഇഷ്ടമാണ്. അപ്പോൾ അവൻ്റെ പേര് വിളിക്കുമ്പോൾ ഇവൾ നോക്കി നിൽക്കും. അത് കഴിഞ്ഞാണ് ഞങ്ങൾ കോതമംഗലം വന്നു കഴിഞ്ഞപ്പോൾ അവളെ ചച്ചുക്കുട്ടിന്ന് വിളിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോൾ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ അവളെ ചച്ചുക്കുട്ടിന്നാക്കിയതാണ് കേട്ടോ. അവളുടെ യഥാർത്ഥ പേര്, അതായത് ഒഫീഷ്യൽ നെയിം വട്ടു എന്നാട്ടോ. പിന്നെ കുക്കു, കുക്കുവിനിപ്പോൾ ഒരു 4.5 വയസ്സോളം, 4.5 വയസ്സ് മിച്ചമുണ്ട്, 4.5 വയസ്സോളം ഉണ്ട്. അത് ഒരു മാർച്ച് 22-നാണ് ജനിച്ചത്. കാരണം അത്ര ഓർത്തിരിക്കാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് 24-ന് മോളുടെ ബർത്ത്ഡേ കേട്ടോ. അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുന്നു. പിന്നെ ചച്ചുക്കുട്ടിക്കൊരു
7 വയസ്സ് 7.5 വയസ്സോളം ഉണ്ട്. അപ്പം ഇവർ ഈ കുള്ളൻ കുഞ്ഞുങ്ങളായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അവളൊരു 15 കിലോ വെയിറ്റും ഇവനൊരു 25 കിലോ വാക്സിൻ എടുക്കാൻ പോയപ്പം ആ ഒരു ഇതിലങ്ങോട്ട് ചെറിയൊരു ഡിഫറൻസേ വരുള്ളൂ. അങ്ങനെ ഒരു മാറ്റം ഉണ്ട് കേട്ടോ. അവൻ ഇത്തിരി ഭക്ഷണപ്രിയനായതുകൊണ്ടാണ് അവൻ അത്ര വെയിറ്റ് കൂടിയത് കേട്ടോ. അപ്പം അതാണ്, അവർ അമ്മയും മോനുമാണ്. അവരുടെ പേര് കുക്കും ചെച്ചുകുട്ടി എന്നാണ് കേട്ടോ. നമുക്ക് പെറ്റ്സിനെ ഇഷ്ടമുള്ളവർക്കുണ്ടല്ലോ, ഇതുപോലെ 1-2 എണ്ണം നമുക്ക് സ്നേഹിച്ചും ഇഷ്ടപ്പെട്ടും വളർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷൻ കുറവുണ്ട് കേട്ടോ. നമുക്ക് കുടുംബജീവിതമല്ലേ, മനുഷ്യരല്ലേ, ഇഷ്ടംപോലെ ടെൻഷൻ വണ്ടിയും പിടിച്ച് വരും. പക്ഷെ അതൊക്കെ നമ്മളിൽ നിന്ന് മാറ്റാനുള്ള ഒരു പ്രത്യേക മാജിക്ക് ഇവരുടെ കയ്യിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അത്രയും ഇമ്പോർട്ടൻസ് ഇവർക്ക് എൻ്റെ ലൈഫിലുണ്ട് കേട്ടോ. അതാണ് എനിക്ക് ഇത്രയും കാര്യം ഇവരോട് ത്തോളമായി. അതായത് ഇവള് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല, അതായത് തങ്ങാനായിട്ട്. അല്ലാതെ ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങൾ ടൗണിൽ പോകുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനായിട്ട് പോകണമെങ്കിൽ വൈകുന്നേരം ഏറ്റവും കൂടിയാൽ ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 5:30, അതിന് മുന്നേ ഞങ്ങൾ വീട്ടിലോടിയെത്തും. തനിയെ നമുക്ക് പോകാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തനിയെ ടൂർ പോകുന്നത് പുള്ളി ഫ്രണ്ട്സിൻ്റെ കൂടെ പോവും. ഞാൻ നമ്മുടെ KSRTC ടൂറുണ്ടല്ലോ അതിന് ഞങ്ങൾ പോകും കേട്ടോ. അല്ലാണ്ട് ഇവരെ തനിച്ചാക്കി ഇവർ വന്ന് പിന്നെ പോയത് മോളുടെ കല്യാണത്തിന്. അത് ഒരു നിവൃത്തിയില്ലാതെ വന്ന് ഞങ്ങൾ ഹോസ്റ്റലിലാക്കി, ഇവിടെ ബോർഡിങ്ങിലാക്കി കേട്ടോ. അതായത് ഒരു 3 രാത്രിയും ഒരു 3.25 പകലും എന്ന് തോന്നുന്നു, അങ്ങനെ ഒരു കണക്ക് വരും കേട്ടോ. അതായത് ഇവിടെ വെച്ചല്ലായിരുന്നു കല്യാണം, ഇച്ചിരി ദൂരെയായിരുന്നു. അപ്പം തലേദിവസം നമ്മുടെ വീട്ടിൽ വെച്ചൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിറ്റേ ദിവസം കല്യാണം, അതിൻ്റെ പിറ്റേ ദിവസം അവിടെ തന്നെ കല്യാണം നടന്ന ഭാഗത്ത് തന്നെ വെച്ച്, ഇപ്പം അതിൻ്റെ പിറ്റേ ദിവസം ഒരു റിസപ്ഷന്. ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ തന്നെയാക്കാൻ പറ്റത്തില്ല 2 പിള്ളേരെ. അതുകൊണ്ട് ഞങ്ങൾ അവരെ ഒന്ന് ബോർഡിങ്ങിലാക്കി കേട്ടോ. അതൊരു ഭയങ്കര സീനായിപ്പോയി. ആ ഒരു സങ്കടം എൻ്റെ ജീവിതത്തിൽ ഒട്ടും പരിഹരിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവുമല്ലോ. അങ്ങനെ ആ സങ്കടം ഒരിക്കലും പരിഹരിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇപ്പോഴും ഓർക്കും, അന്നേരം അവരെന്നായിരിക്കും ചിന്തിച്ചേ, അവരെ ഇട്ടേച്ച് മമ്മിയും പപ്പയൊക്കെ പോയോ എന്നൊക്കെ കരുതി കാണുമെന്ന് ഞാൻ കരുതും കേട്ടോ. അവർക്കത് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. അവിടെ കൊണ്ടാക്കിയത് തിരിച്ച് ഞങ്ങളിവിടെ കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഇവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. തലേ ദിവസം അവനൊരിത്തിരി 2-3 പാർട്സ് എന്തോ കഴിച്ചേ ഉള്ളൂ. അതുപോലെ അവർ വയറ്റിൽ നിന്നൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ. മൂത്രം ഒഴിക്കും അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചെന്ന് കഴിഞ്ഞപ്പോൾ മേത്തോട്ട് അവനൊന്ന് കയറി ഓടിപ്പോയി അവന് അപ്പിയിടുക കേട്ടോ ചെയ്തത്. പിന്നെ അവൾ വണ്ടിയിരുന്ന് വീട്ടിൽ വരുന്നോടം വരെ അവളോട് വർത്താനം പറയുമ്പോൾ അവൾ കിടന്ന് കരയുമായിരുന്നു കേട്ടോ. മൂളി കിടന്ന് കരയുന്ന സങ്കടം പരാതിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തീരുമാനിച്ചു ഇവരെ ഇട്ടേച്ചിനി നമ്മൾ എങ്ങും പോവില്ല എന്ന് അന്ന് തീരുമാനിച്ചു. അതാണ് പുറത്ത് അത്രയും വലിയ ഷെഡ് ഉണ്ടാക്കിയേക്കുന്നത്. പിന്നെ ഒരു സംശയം, ഇവരേത് ബ്രീഡാണ് കേട്ടോ. ബ്രീഡ് ഇന്നതൊന്നൊന്നുമില്ല, ഇവർ ക്രോസ് ബ്രീഡാണ് കേട്ടോ. അതായത് ഇവളുടെ അപ്പനും അമ്മയും ഡാഷും നാടൻ ഡോഗും എങ്ങാണ്ടായിരുന്നു. ഇവൻ്റെ അപ്പനെ എനിക്കറിയാം, ഞങ്ങൾ പരിചയമുള്ള ചങ്കരൻ എന്നും പറഞ്ഞുകൊണ്ടൊരു വലിയ ഡോഗായിരുന്നു കേട്ടോ. പക്ഷെ അവൻ്റെ മുഖം കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. ആ ഒരു ഗ്ലാമറാണ് ഇവൻ്റെ മുഖത്ത് കിട്ടിയേക്കുന്നത് കേട്ടോ. അപ്പം ചങ്കരനിലുണ്ടായതാണ് ഞങ്ങൾ ഇട്ടതാട്ടോ ചങ്കരന് ഇവന് കേട്ടോ. അപ്പോൾ ഇവരുടെ പ്രത്യേകത കണ്ടോ, ഇത് കണ്ടോ, ഇവൻ ഇരുന്ന് തരുന്നുണ്ടോ, ഓടും. ഇതുണ്ടോ ഇവരുടെ ഈ ചങ്കിൻ്റെ ഇവിടെ ഉണ്ടോ, നല്ല വീതിയാ, നല്ല വണ്ണമുള്ള കയ്യാ. കാല് കണ്ടോ, കയ്യിനെ അപേക്ഷിച്ച് കാല് ഇച്ചിരി വണ്ണക്കുറവാണേ. അപ്പോൾ ശരിക്കുമുള്ള ഇവരുടെ ബ്രീഡ് പറയാനും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും വീഡിയോ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ.